ഈ ഏറ്റവും സന്തോഷകരമായ അടുത്ത ചടങ്ങ് വോട്ടെടുക്കലാണ്. ആരെങ്കിലും സംസാരിക്കാണെങ്കിൽ ആദ്യമായിട്ട് ഫാമിലി ഒന്നുമില്ലേ ഇല്ലാന്ന് തോന്നുന്നു. ഒന്നേ ചില ഫാമിലി മെമ്പേഴ്സിന്റെ ഇല്ലേ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഞങ്ങൾക്കോ ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാം. കരുതിയിരിക്കുന്നു വന്നാൽ ചെറുതേ പറയാവുള്ളൂ, നോവല് വായിക്കരുത്. ഹലോ, യോഗാധ്യക്ഷൻ ശ്രീ ജയകുര്യൻ സാറ്, ജയകുൽ സാറ്, ഹരിയാജി എല്ലാവരെയും നന്നായിട്ട് അറിയാം. പക്ഷേ ഈ ഞാൻ വന്ന കാലത്ത് വെബ്സൈറ്റിലായിരുന്നു. അവിടെ ഒരു വലിയ നിർമ്മാണം ഇങ്ങനെ എല്ലാം മറന്നുപോയി. അത് തകർന്ന് പോയ ഒരു അനുഭവം, അത് ഒരിക്കലും പോകാത്തൊരു പ്രധാന സാധനം. അതിനെയൊക്കെ നന്നാക്കിയെടുക്കാനായിട്ട് വന്നതാണ് ഈ ആദ്യമായിട്ടാണ്. അങ്ങനെ എല്ലാവരും 3 സാധനം ഡെപ്യൂട്ടിയിലേക്ക് കണ്ടത്. പക്ഷേ ഈ ജയകൃഷ്ണ മാത്രം അത്ര വലിയ അടുപ്പോ പരിചയമൊന്നുമില്ല. കാരണം ഞാൻ മെക്കാനിക്കിൽ നിന്ന് പോയ സമയത്താണ് സാറ് അവിടെ വന്നത്. പക്ഷെ എന്നാൽ അദ്ദേഹത്തിൻ്റെ അസാധ്യ ഗ്ലാമർ പോലും എനിക്ക് എന്നും ഇങ്ങനെ ഓർക്കാനും കാണുമ്പോൾ ഒരു പ്രത്യേക ബഹുമാനം ആ സൗന്ദര്യം തന്നെയാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ പ്രത്യേകിച്ച് ഇടങ്ങളിൽ ഒരു വാക്ക് പറഞ്ഞതിനും വലിയൊരു അസ്വസ്ഥതയാണ്. അതുകൊണ്ട് കയറി പറഞ്ഞതുള്ളൂ, എനിക്കൊന്നും തന്നെ പറയാനില്ല. ഏതായാലും എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ പണ്ട് FACK കഴിഞ്ഞ പോലെയാണ്. ഞങ്ങൾ മിനിഞ്ഞാന്ന് ഇതുപോലെ FACK കാണാനും ഇവിടെ വന്ന് കൂടി ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത് NPK ഗ്രൂപ്പിൻ്റെയാണ്. വലിയൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കലിൽ തന്നെ റിട്ടയർഡ് ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പുണ്ട്. അതിന് ഞാൻ വല്ലപ്പോഴും ഒരു പ്രാവശ്യം പോകുന്നുണ്ട്, എങ്കിലും ആ ഗ്രൂപ്പിലാണ്. അപ്പോൾ എപ്പോഴും FACKക്കാരായിട്ട് കോൺടാക്ട് ഉണ്ടായിട്ട് നമ്മൾ ആ പണ്ട് ജീവിച്ചിരുന്നത് പോലെ തന്നെ ഇപ്പോഴും കഴിയുക എന്നുള്ളത് വലിയൊരു സന്തോഷമുണ്ടായിരുന്നു. NPKയിൽ പോയി പ്ലാന്റുകളൊക്കെ പോയത് വലിയൊരു കാര്യമുണ്ടോ. കാരണം ഒത്തിരി മാറിപ്പോയി. NPK കണ്ടുകൊണ്ടുകൂടി ചെന്ന് ഞങ്ങൾ അവിടെ തൊട്ടും പിടിച്ചുകൂടി ഇരിക്കുകയൊക്കെ ചെയ്തു. കാരണം ഒത്തിരി കാലത്തെ അനുഭവം അവിടെയുണ്ട്. ആ പ്ലാന്റുകളൊക്കെ നടന്നു കണ്ടു. പ്രയാണത്തിൽ മറ്റേ നമ്മുടെ ഗ്രാനൈറ്റും ഡ്രയറും അവിടെയുള്ള സ്ക്രീനുകളും ഒക്കെ നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ നല്ല സ്മൂത്തായിട്ട് നടക്കുന്നു. പ്ലാന്റുകളെല്ലാം ഓടുന്നുണ്ട്. ഫോസ്ഫോറിക് ആസിഡ് പ്ലാന്റിൽ പോയി, സൾഫ്യൂരിക് ആസിഡ് പ്ലാന്റിൽ പോയി, അമോണിയ പ്ലാന്റിൽ പോയി. അങ്ങനെ ബാങ്കുകാർ കൂടി നടന്ന് ഏകദേശം കുറേ കിലോമീറ്റർ ഞങ്ങൾ നടന്നു ഞങ്ങളുടെ കുടുംബമായിട്ട്. 40 പേരുണ്ട്. അത് വലിയൊരു അനുഭവമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പിരിയാനായിട്ട്. അതുപോലെ ഇന്നും അങ്ങനെ എന്നും. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, എല്ലാവരും അല്ല പലരും വരുമ്പോൾ എന്നോട് ചോദിക്കും, വീട്ടുമുട്ട് എങ്ങനെ സുഖമുണ്ടോ, നടക്കാനൊക്കെ പറ്റണുണ്ടോ, എങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ പണ്ടൊരിക്കൊരു വീഴ്ച വീഴുന്നു. വീടിനേക്കാൾ പൊക്കമുള്ളൊരു മതിലിന് താഴേക്ക് വീഴുന്നു. ഒത്തിരി സമയമെടുത്തു താഴേക്കാനായിട്ട്. അങ്ങനെ വീണ് കഴിഞ്ഞപ്പോൾ എനിക്ക് ശ്വാസം പോലും കിട്ടിയില്ല. ആൾക്കാർ വൈഫ് വിളിച്ചു, ആളുകൾക്ക് പണിയുള്ളൂ ഇവരെ വിളിച്ചു. ആളുകളെല്ലാം വീട്ടിൽ കൂടി എന്നെ കൊണ്ടുവന്ന് വരാന്തിയിൽ കിടത്തി. ഞാൻ ആ സമയത്ത് ഒരു നോക്കാനും ഒരു ശ്രദ്ധിക്കുകയും അപ്പോൾ കുറച്ച് പേരിങ്ങനെ കൂടി. അതിന് കാര്യസ്ഥനായിട്ടാണ് പറഞ്ഞത് നോക്കാം, പ്രയാസമാണ്. അപ്പോൾ എനിക്കെല്ലാം കേൾക്കാം. പ്രയാസമാണ് ഇത് നോക്കണം, നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള മട്ടിലായാലും എൻ്റെ ദൈവമൊക്കെ പിടിച്ചു. എന്തിനാന്ന് എനിക്കറിയില്ല. ഇത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ നോക്കി എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ പൊട്ടലുണ്ട്, അപ്പം അതുകൊണ്ട് ഇത് വളരെ റെസ്റ്റ് എടുത്താൽ മതി. അപ്പം ഈ ദൈവം പിടിച്ച ആൾ ഞാൻ നോക്കുമ്പോൾ ഈ മാമുക്കായ സിനിമയിൽ കാണിക്കുന്ന പോലെ ഒരു മുങ്ങൽ അയാൾ പറഞ്ഞ് അവസാനം പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറ്റിയില്ല. ദൈവം ഭയങ്കരമായിട്ട് കൈകൾ താഴും. എന്നെ പിടിച്ചു എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞവർ അത്ര സഹിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായപ്പോൾ അതൊന്നും ആരും പറയാതെ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ നന്നായിട്ട് പണിയെടുക്കും, കിടക്കും, ഒത്തിരി ജോലികൾ ചെയ്യും. കൃഷിപ്പണിയാണ് മെയിനായിട്ട്. അപ്പം അതൊക്കെ കൊണ്ട് സന്തോഷമായിട്ട് കുടുംബത്തിൽ ഞങ്ങൾ കുടുംബമായിട്ട് കഴിയുന്നു. എല്ലാവരെയും ഇതുപോലെ കാണാൻ കഴിയുന്നതിനും ഇങ്ങനെ പരസ്പരം കണ്ടുമുട്ടുന്നതിനും ഒക്കെ നമുക്ക് വളരെ സന്തോഷം. അറിയാത്ത നന്ദി. ഇത് തുടരണം. വർഷത്തിലൊരിക്കലാക്കി ഇത്ര ആളുണ്ടാവില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം
വർഷത്തിലൊരിക്കാകുമ്പോൾ ആളുകൾ കുറെ കൂടെ നീണ്ടു പോകും. പിന്നെ അത് വരണോ വേണോ എന്നൊക്കെ വിചാരിക്കാം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ അർത്ഥവാർഷികമായിട്ട് തന്നെ ഫെബ്രുവരിയിൽ കൂടെ നമുക്ക് കാണാം എന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഷെണായി സാറിന് ഇങ്ങനൊരു ഷെണായി ഉള്ളത് ഷെണായിമാർ ഒത്തിരി പേരെ ഏറ്റവും കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ഞങ്ങൾ ഒരുപാട് ഭയങ്കര തമാശ കേട്ടോ. ഈ ന്യൂസ് ഷെണായി എന്നെ ജോലി പഠിപ്പിച്ചു. അപ്പോൾ പഠിപ്പിച്ച് ചില വാക്കുകളൊക്കെ പറഞ്ഞത് പുറത്ത് പറഞ്ഞാൽ പ്രശ്നമാവുന്ന വാക്കുകളായിരുന്നു. അതുകൊണ്ട് ഞാൻ ഷെണായിയുടെ ജോലിപ്പെടുത്തം നിർത്തി. SSM പിന്നെ ഷെണായി ഇങ്ങനെ ഒരുപാട് ഷെണായികൾ എനിക്കിങ്ങനെ കുറേ ഷെണായികളായിട്ടാണ്. എല്ലാവരോടും ഇതുപോലെ നമുക്കൊന്ന് കൂടാൻ കൊണ്ടുവന്ന് സാധിച്ചതിൽ ഇതുപോലെ കൂടണമെന്ന് നിർബന്ധമായിട്ട് എൻ്റെ പെണ്ണും മണിയിലോട്ടും ആയിരിക്കുന്നത്. കയ്യെത്തി ഇത് എല്ലാവരും ശരി എൻ്റെ പെണ്ണുകളാണ്. ഇപ്പോഴത്തിരിക്കുന്ന ലാലി വേറൊരു പെണ്ണുകളാണ്. അതിന്റെ ഭർത്താവാണ് വിൻസെന്റ്. രാജൻ ഞങ്ങൾ ഫാമിലി മീറ്റ് കൂടെയാണ്. എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തോട് ഇത് അത്ര താല്പര്യമായതുകൊണ്ട് ഇവരൊക്കെ രക്ഷപ്പെട്ടത് തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.